വളരെ സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാനൊരു 2013-14 സമയത്ത് ചെന്നൈയിൽ ഒരു 2 കൊല്ലം ബസ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഈ നീരാകേന്ദ്രൻ്റെ കൂടെയായിരുന്നു 2 കൊല്ലം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാനവിടെ ചെന്നൈയിൽ പോയത് എന്നെ നാടകം പഠിപ്പിച്ചിരുന്ന ആച്ചാണ്. പിന്നെ മനോജ് സാറെന്ന് പറഞ്ഞു, മനോജ് സാറും ലോഹിത് സാറിന് അസോസിയേറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ മീര സാറും ലോഹിദാസിന് അസോസിയേറ്റ് ആയിരുന്നു. അങ്ങനെയാണ് പുള്ളിയുടെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയത്. പുള്ളിയുടെ 2ാമത്തെ പടം അസിസ്റ്റ്. അപ്പോൾ ഈ നീലകണ്ഠൻ എന്ന് പറഞ്ഞ ആളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ എഴുത്താണ്. എഴുത്തിലുള്ള ഒരു സ്ട്രോങ് ഹോൾഡാണ് പുള്ളിയുടെ പ്രത്യേകത. അപ്പോൾ പുള്ളിയുടെ അടുത്ത പടത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നീട് ഞാൻ ആക്ടിങ്ങിലേക്കൊക്കെ പിന്നീട് ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരികയും ചെയ്തു. അപ്പം പണ്ടുപോലെ ഈ മീരസാറിൻ്റെ വർക്ക് കാണണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഞാൻ എൻ്റെ കുറച്ച് ഡയറക്ഷൻ പരിപാടികളൊക്കെ പഠിച്ചതൊക്കെ ചെന്നൈയിൽ നിന്നാണ്. കുറേ നാളുകൾക്ക് ശേഷം പുള്ളിയുടെ ഒരു വാക്ക് കാണാൻ പറ്റിയതും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എന്താണ് പണ്ട് നമ്മൾ ഈ നഷ്ടപ്പെട്ടു പോയ ഈ തമിഴ് സിനിമയുടെ ഒരു കോർ, അതായത് ഒരു റോ ആൻഡ് റിയലിസ്റ്റിക് പരിപാടികളുണ്ടായിരുന്നു. നമ്മളൊക്കെ ഞാനൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന റിയലിസ്റ്റിക്